അവിടുത്തെ ലേഡി ഒരു കേക്കുമായിട്ട് വരുന്നു. കേക്കുമായിട്ട് വന്നു. അപ്പോൾ തന്നെ ഇപ്പുറത്തുണ്ടായിരുന്ന ഒരു ജർമ്മൻകാരുണ്ടായിരുന്നു, എൻ്റെ വൈഫുണ്ടായിരുന്നു. പെട്ടെന്ന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. ആരും അറിയാത്ത കിർഗിസ്ഥാനിലെ ഒരു കോക്കിയാക്ക് വാലിയിൽ അങ്ങനെ ബർത്ത്ഡേ ആഘോഷിച്ചു. എൻ്റെ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി എണീറ്റപ്പോൾ അടുത്ത പ്രശ്നം മഞ്ഞ് വീഴ്ച കാരണം പൈപ്പിലേക്കുള്ള കണക്ഷനിൽ ഫുൾ ഐസ്, വെള്ളമില്ല. അപ്പം കെൽസു ലേക്കിലേക്ക് പോകാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ കുതിരപ്പുറത്ത് പോകാൻ തന്നെ തീരുമാനിച്ചു. നമുക്ക് റെയറായിട്ട് കിട്ടുന്നൊരു അവസരമാണ് ഈ കുതിരപ്പുറത്തുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലെഫ്റ്റ് ഫുട്ട് വെച്ചിട്ടാണ് ഈ കുതിരയുടെ ഇതിന് ഒരു ചെറിയ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതിനകത്തേക്ക് കാലെടുത്ത് വെക്കലും റൈറ്റ് കാല് തെന്നിപ്പോയിട്ടുണ്ട്. പിടിച്ച് ഞാൻ ഈ കുതിരനെ ഇങ്ങോട്ട് വലിക്കുകയാണ്. കുതിര എങ്ങാനും മറിഞ്ഞ് എൻ്റെ മേത്തേക്ക് വീണ് കഴിഞ്ഞാൽ ഞാൻ മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമസ്കാരം, എൻ്റെ പേര് നിസാമുദ്ദീൻ ഷെരീഫ്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ 2024-25 കാലഘട്ടത്തിൽ സെൻട്രൽ ഏഷ്യയിലെ തുർക്ക്മെനിസ്ഥാനിലേക്കും കിർഗിസ്ഥാനിലേക്കും ഒരു യാത്ര നടത്തിയിരുന്നു. അതിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് പല ഇൻ്റർവ്യൂകളിലും, ലോകത്തെ ഏറ്റവും ആതിഥ്യ മര്യാദയുള്ള രാജ്യം ഏതാണെന്ന്. അപ്പോൾ പുള്ളിയുടെ മറുപടി സെൻട്രൽ ഏഷ്യയിലെ രാജ്യങ്ങളാണ് ലോകത്തെ ഏറ്റവും ആതിഥ്യ മര്യാദയുള്ള രാജ്യങ്ങൾ എന്നാണ് പുള്ളിയുടെ അനുഭവത്തിൽ നിന്ന് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അന്ന് മുതൽ തുടങ്ങിയ ആഗ്രഹമാണ് സെൻട്രൽ ഏഷ്യയിലേക്ക് ഒന്ന് യാത്ര ചെയ്യണമെന്ന്. 5 രാജ്യങ്ങളാണ് സെൻട്രൽ ഏഷ്യയിലുള്ളത്: ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ. ഈ 5 രാജ്യങ്ങളുമാണ് സെൻട്രൽ ഏഷ്യയിലുള്ളത്. ഇതെല്ലാം പഴയ സോവിയറ്റ് രാജ്യങ്ങളുമായിരുന്നു. ഉസ്ബെക്കിസ്ഥാനിലും തജിക്കിസ്ഥാനിലും കസാക്കിസ്ഥാനിലും 2023 യാത്ര ചെയ്തിരുന്നു. പിന്നെ ഉള്ളത് കിർഗിസ്ഥാനും തുർക്ക്മെനിസ്ഥാനുമാണ്. ആ യാത്രകളെക്കുറിച്ചാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. 2024 ജനുവരിയിൽ മോസ്കോയിലേക്കൊരു യാത്ര നടത്തിയായിരുന്നു. അന്നാണ് മോസ്കോയുടെ കൂട്ടത്തിൽ റഷ്യയുടെ കൂട്ടത്തിൽ കിർഗിസ്ഥാനും കൂടെ കാണാമെന്നുള്ള പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഒരാഴ്ച വെയിറ്റ് ചെയ്തു, 2 ആഴ്ച വെയിറ്റ് ചെയ്തു, ഈ വിസ കിട്ടുന്നില്ല. അപ്പോൾ അവർ വിസ റിജക്റ്റ് ചെയ്യുന്നുമില്ല, കറക്റ്റായിട്ട് റിപ്ലൈ വരുന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഓരോ റീസൺ പറയും, ആ റീസൺ അനുസരിച്ചുള്ള എന്താണ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് അത് സബ്മിറ്റ് ചെയ്യും. പക്ഷേ വിസ മാത്രം വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആ പ്ലാൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. നേരെ മോസ്കോയിലും അൽമാട്ടിയിലും യാത്ര ചെയ്തു. ആ യാത്ര അങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞു. അപ്പോഴും ഈ മനസ്സിലിങ്ങനെ കിർഗിസ്ഥാനിലേക്ക് യാത്ര ചെയ്യണം എന്നിങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ 2024 ഓഗസ്റ്റ് ആയപ്പോഴത്തേക്ക് ഏതോ ഒരു വീഡിയോ ഇങ്ങനെ കിർഗിസ്ഥാനെ കുറിച്ച് കണ്ടപ്പോൾ വീണ്ടും എങ്ങനെയാലും യാത്ര ചെയ്യണം, എത്രയും പെട്ടെന്ന് യാത്ര ചെയ്യണം. ഇപ്പോൾ കിർഗിസ്ഥാൻ വിസ ലഭിക്കണമെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ആവശ്യമാണ്. അതൊരു ടൂർ ഓപ്പറേറ്റർ മുഖേന കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു ടൂർ ഓപ്പറേറ്ററിനെ കോൺടാക്ട് ചെയ്തു. അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കിർഗിസ്ഥാനിൽ പോകാൻ പ്ലാൻ ചെയ്തിരുന്നത് നരൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റീജിയനിലാണ്. അത് കിഴക്കൻ കിർഗിസ്ഥാൻ്റെ ഭാഗമാണ്, ചൈന ബോർഡറാണ്. അപ്പോൾ അവിടെ നല്ല കുറേ ലേക്സുകളുണ്ടെന്നും ഹൈക്കിംഗ് ഉണ്ടെന്നും ഒക്കെ ഇങ്ങനെ ഗൂഗിളിൽ നിന്ന് നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് മെയിനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. കാരണം നമുക്ക് സെൽഫ് ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോകാനും പറ്റില്ല. പിന്നെ ഈ സെൻട്രൽ ഏഷ്യയിലുള്ള മെയിൻ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര മോശമാണ്. അവിടെയുള്ള യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര മോശമാണ്. അപ്പോൾ നമുക്കൊരു ടൂർ ഓപ്പറേറ്ററിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഒരുപാട് പേരെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. എല്ലാവരും ഒരു 4 ദിവസത്തെ ട്രിപ്പിനൊക്കെ $2000 ചാർജ് ചെയ്യുന്നത്. പക്ഷേ കിർഗിസ്ഥാൻ പോലത്തെ ഒരു രാജ്യത്ത് അത് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ഞാൻ ആ ശ്രമം ഇങ്ങനെ ഉപേക്ഷിച്ചാലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എൻ്റെ വൈഫ് ഒരു കോൺടാക്റ്റ് കൊണ്ട് തരുന്നത്. 2 സഹോദരന്മാരുടെയാണ്. ഒരു ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇതേപോലെ 4 ഡേയും 3 നൈറ്റുമായിട്ട് ചെയ്തു തരാം. നിങ്ങളൊരു $1000 അവർ എൻ്റെ അടുക്ക ആവശ്യപ്പെട്ടത്. പക്ഷേ അത് ബാക്കിയുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസായിരുന്നു. അങ്ങനെ ഞാനത് ഫിക്സ് ചെയ്തു. അവർ ഐറ്റ്നറി തന്നു. ഐറ്റ്നറിൽ ഞാൻ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി. അങ്ങനെ ടൂർ കൺഫേം ആയി. അങ്ങനെ സെപ്റ്റംബർ 26, 2024 കൊച്ചിയിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങി ബിഷ്കേക്കിലേക്ക്. കൊച്ചി ടു അബുദാബി, അബുദാബി ടു ബിഷ്കേക്ക്. അപ്പോൾ 27-ാം തീയതി രാവിലെ ഒരു 11:30 മണിയോടുകൂടിയാണ് ബിഷ്കേക്കിൽ എത്തിയത്. അപ്പോൾ ബിഷ്കേക്കിലേക്ക്, അതായത് നമ്മൾ കിർഗിസ്ഥാൻ്റെ എയർ സ്പേസിലേക്ക് കയറുമ്പോൾ തന്നെ ഫുള്ള് മഞ്ഞ് മൂടിയ മലനിരകളാണ്. സെപ്റ്റംബർ മാസം തീർന്ന് ഒക്ടോബർ തുടങ്ങുന്നേ ഉള്ളൂ, അതായത് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ആ സമയത്ത് തന്നെ അവിടെ മഞ്ഞായി തുടങ്ങി. അങ്ങനെ ഒരു 11:30-11:45 കൂടി നമ്മൾ ബിഷ്കേക്ക് മാനസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ചെറിയൊരു എയർപോർട്ടാണ്, ഇമിഗ്രേഷനൊക്കെ സിമ്പിളായിരുന്നു. നേരെ പുറത്തിറങ്ങി ഒരു ഷെയർ ടാക്സി കിട്ടി. $10 അവർ ചാർജ് ചെയ്തത് 2 പേർക്ക്. ഞങ്ങളുടെ കൂടെ 2 സ്പാനിഷ് കപ്പിൾസ് ഉണ്ടായിരുന്നു. ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് നമ്മൾ ബിഷ്കേക്ക് സിറ്റി സെൻറ്ററിൽ ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടലിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. അന്ന് റൂമിൽ പോയി ഫ്രഷപ്പായി
എല്ലാം കഴിഞ്ഞു. നേരെ പുറത്തിറങ്ങി ബിഷ്കേക്ക് സിറ്റി കാണാനിറങ്ങി. വളരെ ചെറിയൊരു സിറ്റിയാണ് ബിഷ്കേക്ക് എന്ന് പറഞ്ഞാൽ. പഴയ USSRന്റെ ഭാഗമായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മോണുമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ബിഷ്കേക്കിൻ്റെ സിറ്റിയിലുള്ളത്. വളരെ ചെറിയൊരു സിറ്റിയാണ്. അങ്ങനെ വന്നു, ഭക്ഷണം കഴിച്ചു. ഭക്ഷണമൊക്കെ റീസണബിൾ റേറ്റ് ആണ്. ഭക്ഷണമൊക്കെ കഴിച്ചു, വന്നു, റൂമിൽ കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 8 മണിയായപ്പോൾ കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ലോബിയിൽ വന്നു. അപ്പം ഒരു കോൾ വന്നു. ഞാൻ ഡ്രൈവറാണ്, പുറത്തുണ്ടെന്ന് പറഞ്ഞ് കോൾ വന്നു. ഞാനും വൈഫും കൂടെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നോക്കുമ്പോൾ ഒരു നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പരിചയപ്പെട്ടു. ഉലാൻ എന്നാണ് പേര്. അപ്പോൾ പറഞ്ഞു എൻ്റെ ബ്രദറാണ് കോൺടാക്ട് ചെയ്തിരുന്നത്, ഞാനാണ് ഇതിൻ്റെ ഓണർ, നമുക്ക് യാത്ര തുടങ്ങാമെന്ന് പറഞ്ഞു. പുള്ളി ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, സഹോദര, നമുക്ക് ഇതൊരു ടൂറായിട്ട്, ഒരു പാക്കേജ് ടൂറായിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങൾക്ക് എവിടെയൊക്കെ വണ്ടി നിർത്തണം ഞാൻ അവിടെയൊക്കെ വണ്ടി നിർത്തരും. നിങ്ങൾക്ക് എന്ത് ഭക്ഷണം കഴിക്കണം, ഏത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം, ബോട്ടിൽ നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ ഞാൻ ഇവിടെ നല്ല ഹോട്ടലിലെ കൊണ്ടുപോകുള്ളൂ, എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ ഇന്ന മെനു ഒന്നൊന്നുമില്ല, ഞങ്ങളിത് തുടങ്ങിയതേ ഉള്ളൂ, നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ എല്ലാം പറഞ്ഞു, സെറ്റായി. അങ്ങനെ യാത്ര തുടങ്ങി. ഒരു 10 കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സിറ്റി വിട്ടു, കിർഗിസ് ഗ്രാമങ്ങളിലേക്ക് കയറാൻ തുടങ്ങി. പിന്നെ 2 സൈഡിലും മലനിരകളാണ്, മഞ്ഞു മൂടിയ മലനിരകൾ. ഒരു സൈഡിൽ പാമീർ മൗണ്ടൻസും മറ്റ് സൈഡിൽ ടിയാൻഷൻ മൗണ്ടൻ ആണ് ഈ കിർഗിസ്ഥാന് ചുറ്റിയുള്ളത്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ യാത്ര, ഈ മലനിരകളുടെ ഇടയിൽ കൂടെ യാത്ര, കൃഷി ഭൂമി, ഇതെല്ലാം കണ്ടിങ്ങനെ സുന്ദരമായ യാത്ര പോയി. ഒരു സൂപ്പർ മാർക്കറ്റിൽ വണ്ടി നിർത്തി കുറച്ച് ബ്രെഡും സാധനങ്ങളും എല്ലാം വാങ്ങിക്കാനായിട്ട്. സാധനമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു പഴയ കാലത്ത് ഒരു ട്രക്ക് പോകുന്നു. അതിനകത്ത് കുറച്ച് ആടുകളുണ്ട്. ആടിങ്ങനെ കൊണ്ടുവന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ബ്രദറെ, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇന്ന് നമുക്ക് ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം ഗ്രാമത്തിലെത്തും. കോക്ചോർ എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. അവിടെ ഇന്ന് ഒരു കാലിച്ചന്തയുണ്ട്, എല്ലാ ശനിയാഴ്ചകളിലും മാത്രമേ കാലിച്ചന്തയുള്ളൂ. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സമയത്ത് എത്താം, 2 മണിക്ക് അത് കഴിയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാലിച്ചന്തകളിലൊന്നും, ഞങ്ങളൊക്കെ ടൗണിൽ ജീവിക്കുന്ന ആൾക്കാരെ, ഞങ്ങൾക്ക് ഇങ്ങനെ കാലിച്ചന്ത അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും ഞങ്ങളുടെ നാട്ടിലില്ല, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. പോയി 12:30-1 മണിയോടുകൂടി ഞങ്ങൾ ഈ കോക്ചോർ ചന്തയിലെത്തി. ചന്തയെന്ന് പറയുമ്പം ഇത് നാട്യന്തയാണ്, എല്ലാ ശനിയാഴ്ചകളിലും മാത്രം അവിടെയുള്ളൊരു നാട്യന്തയാണ്. ആടും പശുവും കുതിരകളും എല്ലാം കച്ചവടത്തിന്, അതേപോലെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതേപോലെ ഈ ജാമുകൾ എല്ലാം ഹോം മെയ്ഡാണ്. അപ്പോൾ ഈ ചെമ്മരിയാടാണ് മെയിനായിട്ടുള്ളത്. ചെമ്മരിയാട്, കുതിര, പശു, ഇതിനെ 3 അവിടെ ഇങ്ങനെ കാലിച്ചന്തയിൽ ഇങ്ങനെ ലേലം വിളിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ. ഉലാൻ പറഞ്ഞതിൻ്റെയൊക്കെ പറഞ്ഞ്, എൻ്റെ അനിയൻ ഇപ്പോൾ വരും, വീട്ടിലേക്ക് 2-3 ആടിനെ വാങ്ങിക്കണമെന്ന് പറയുന്നുണ്ട്, നമുക്ക് നോക്കിയാലോ എന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു, ഞാൻ നോക്കാം. അങ്ങനെ ഉലാൻ്റെ കൂടെ കാലികളുടെ സൈഡിലേക്ക് വന്നു. അങ്ങനെ ഉലാൻ ഒരു 4-5 ആടിനെ ഇങ്ങനെ പറഞ്ഞ് വില പറയുന്നുണ്ട്. വില പറയുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ മലയാളികളുടെ കഴിവൊന്നും ഇവർക്കില്ല ഈ ബാർഗെയിൻ ചെയ്യാനുള്ള കാര്യത്തിൽ. ഞാൻ ഉലാൻ്റെ പറഞ്ഞു, ഉലാനെ ഞാൻ ബാർഗെയിൻ ചെയ്യട്ടെ വില. അങ്ങനെ ഉലാൻ പറഞ്ഞു ഓക്കെ, ബാർഗെയിൻ ചെയ്തു. അങ്ങനെ സോമം എന്നാണ് പറയുന്നത്, സോമിൽ ഇത്ര സോം. അങ്ങനെ ഞാൻ ബാർഗെയിൻ ചെയ്ത് ലാസ്റ്റ് അത് കച്ചവടമായി. ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ ഉലാൻ അനിയൻ വന്നു, ഈ ആടുകളെ അവൻ വണ്ടിക്കകത്ത് കയറ്റി. ചന്തയിൽ നിന്ന് ഒരു 10 കിലോമീറ്ററോളം ഉണ്ട് ഇവരുടെ വീട്ടിലേക്ക്. അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെ ഉലാനെ നിൻ്റെ വീട്ടിലേക്ക് പോയാലോ, ഉച്ചയ്ക്ക് ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാം. അയ്യോ ഒന്നും തയ്യാറല്ല. ഞാൻ പറഞ്ഞു, ഉള്ളത് എന്താണെന്ന് വെച്ചാൽ മതി. എൻ്റെ വൈഫും പറഞ്ഞു, നമുക്ക് അങ്ങനെ ഒന്ന് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഉലാൻ്റെ വീട്ടിലെത്തി. വീട്ടിലേക്ക് കയറി. ചെറിയൊരു വീട്, ഫുള്ള് വൈക്കോലും അതും ഇതുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചപ്പ് ഇതായിട്ട് കിടക്കുക. കാരണം എന്ന് വെച്ചാൽ കാലികളാണ് അവിടെ മെയിനായിട്ടുള്ളത്. അപ്പം ആടുകൾ മാത്രമേ ഉള്ളൂ, പശുക്കളെയും കുതിരകളെയൊക്കെ ഇടയന്മാർ ഷെപ്പേഴ്സ് കൊണ്ടുവരിക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബീഫിൻ്റെ കുറച്ചായിട്ട്, ലാമ്പിൻ്റെയും ബീഫിൻ്റെയും കുറച്ച് ഫ്രൈഡ് ഐറ്റംസ് ആണ്. ഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഷഷ്ലിക്കി എന്നൊക്കെ പറയും. ഇത് കോമൺ അർമേനിയൻ ഫുഡാണ് ഇത്, ഷഷ്ലിക്കി എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ഈ സെൻട്രൽ ഏഷ്യയിൽ ഫുള്ള് കോമൺ ആണ് ഈ ഭക്ഷണം. അങ്ങനെ അവിടെ നിന്നൊരു ഭക്ഷണം കഴിച്ചു. 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഒരു 1:30-2 മണി വരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ നേരെ ഇനി അടുത്തത് സോങ്കുൾ ലേക്കിലേക്ക് പോവാണ് ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ഈ കോക്ചോർ എന്ന ടൗണിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട് സോങ്കുളിൽ. അപ്പം പോയി യാത്ര തുടങ്ങി. ഇപ്പോൾ റോഡിൽ നിറച്ചും വണ്ടിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കാലികളെന്ന് പറഞ്ഞാൽ ഒരു 10-100 കാണും. അവിടെ നിന്ന് ക്രോസ് ചെയ്തൊരു 2 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ അടുത്തത് ഫുള്ള് കാലികളാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചിങ്ങനെ ഓടി എത്തി. ഒരു സ്റ്റോപ്പ് എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ഒരു ടേണിങ് എടുത്തു. സോങ്കുൾ ലേക്കിലേക്കുള്ള ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തു. വണ്ടി പോവാണ്. പക്ഷെ ഫുള്ള് ഉരുളൻ കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറിങ് ഇല്ല, പൊട്ടിപ്പൊളിഞ്ഞ റോഡ് വിട്ടിട്ടില്ല. ഇങ്ങനെ കല്ലുകൊണ്ട് വിരിച്ചൊന്ന് JCB വെച്ചൊന്ന് നിരത്തിയ പോലെ ഇങ്ങനെ പോവുക. പക്ഷേ റോഡ് മോശമാണെങ്കിലും കാണുന്ന കാഴ്ച അതിമനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. 2 സൈഡിലും മലകളും പുൽമേടുകളും ഇങ്ങനെ നിറച്ചും കുതിരകളും പശുക്കളും ആടുകളും മറ്റേ ഈ ഒട്ടകങ്ങളുണ്ട്. കുറച്ച് സ്ഥലത്തൊക്കെ ഒട്ടകങ്ങളുണ്ട്. ഇതെല്ലാം ഈ ഷെപ്പേഴ്സ് ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുക.
ഇത് കാണുമ്പോൾ നമുക്ക് ഈ ഇടക്ക് മസായിമാറ ഫീൽ ചെയ്യും. മസായിമാറ കാടുകളിൽ മൃഗങ്ങൾ ഇങ്ങനെ കിടക്കത്തില്ല, അതേപോലെയാണ് ഇവിടെ ഈ പുൽമേടുകളിൽ ഇങ്ങനെ മൃഗങ്ങൾ കിടക്കുന്നത്. ഇങ്ങനെ ഇതെല്ലാം കണ്ട് ഒരു 10-30 കിലോമീറ്റർ അങ്ങോട്ട് പോയപ്പോൾ ചലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വില്ലേജ് എത്തി. ഇതാണ് ആ ഭാഗത്തുള്ള ലാസ്റ്റ് വില്ലേജ്. ഇത് കഴിഞ്ഞാൽ പിന്നെ മൊബൈലിന് റേഞ്ച് ഇല്ല, കറണ്ട് കണക്ഷൻ ഒന്നുമില്ല. പിന്നെ നമുക്കൊരു 60 കിലോമീറ്ററോളം പോകാനുണ്ട് സോങ്കുൾ ലേക്കിലേക്ക്. പിന്നെ ഒരു 10-20 കിലോമീറ്റർ ഇങ്ങനെ കണ്ടപ്പോൾ മഞ്ഞ് കാണാൻ തുടങ്ങി. കാരണം മഞ്ഞിങ്ങനെ 2 സൈഡിൽ റോഡിൽ മഞ്ഞാണ്, മഞ്ഞ് വീണിട്ടുണ്ട്. അതായത് ഈ സെപ്റ്റംബർ മാസം അവസാനം തന്നെ അവിടെ മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്. അതും കണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ കുറച്ചും കൂടെ ഒരു 10-20 കിലോമീറ്ററും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം നല്ല ഒരു വെള്ള പരവതാനി വിരിച്ചിരിക്കുന്ന പോലെ ലേക്ക് ഇങ്ങനെ ദൂരത്തുനിന്ന് കാണാം. അപ്പം നമ്മളോർക്ക് ഇപ്പോൾ എത്തുന്നു, പക്ഷേ പിന്നെ ഉണ്ട് 10-25 കിലോമീറ്റർ അങ്ങോട്ട് പോകാനായിട്ട്. നേരെ പോയി ഒരു 3/4 മണിക്കൂർ പിന്നെ യാത്ര ചെയ്ത് കറക്റ്റ് ഈ ലേക്കിൻ്റെ മറ്റേ കരയിലുള്ള ഒരു യോട്ട് ക്യാമ്പിലാണ് നമ്മളന്ന് താമസിക്കുന്നത്. ക്യാമ്പ് കാണിച്ചു തന്നു. ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഇത് ടിപ്പിക്കൽ കിർഗിസ് യോട്ട് ക്യാമ്പാണ്, തുണി കൊണ്ടുണ്ടാക്കിയത് ഷേപ്പിൽ. മറ്റേ നമ്മുടെ ഒരു എക്സഗൺ ആ ടൈപ്പാണെന്ന് തോന്നുന്നു, കറക്റ്റ് അതിൻ്റെ ഷേപ്പ് അങ്ങനെയാണ്. പെട്ടെന്ന് റൂമിൽ ചെന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഒന്ന് ഫ്രഷപ്പായി നേരെ പുറത്തേക്ക് ഇറങ്ങി ലേക്കിൻ്റെ സൈഡിലേക്ക് പോയി. ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് ചെറിയൊരു ലേക്ക്, ഏതാണ്ട് ഒരു 800 മീറ്റർ വീതി നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നുള്ളൂ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. അങ്ങനെ കണ്ടു, ഭയങ്കര മനോഹരമാണ്. 2 സൈഡിൽ മഞ്ഞ് വീണ് കിടക്കുക. അപ്പോൾ ഈ ഓട്ടം സീസൺ ആണല്ലോ, വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഓട്ടം സീസൺ ആയതുകൊണ്ട് പുല്ലൊക്കെ ഇങ്ങനെ കരിഞ്ഞ് കിടക്കുകയാണ്. പക്ഷെ നല്ലൊരു കാഴ്ചയായിരുന്നു. അതെല്ലാം കണ്ടു ഒരു വൈകുന്നേരം 6:30-7 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. എല്ലാവർക്കും മറ്റേ ഒരു യോട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും കൂടെ അതിനകത്താണ് ഭക്ഷണം. ബീഫും ഈ ലാമ്പും അത് കോമൺ ആണ്, ഈ സെൻട്രൽ ഏഷ്യൻ കൺട്രീസിലെല്ലാം കോമൺ ആണ് ഈ ബീഫും ലാമ്പും വെച്ചിട്ടുള്ള ഫ്രൈഡ് ഐറ്റംസ്, അതായത് ഈ ഷഷ്ലിക്ക് പോലുള്ള ഐറ്റംസ്, ഗ്രില്ല് ചെയ്ത ഐറ്റംസ്. അങ്ങനെ അതെല്ലാം കഴിച്ചു, കിടന്നു കഴിഞ്ഞ് ഒരു കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ യോട്ടിനൊരു പ്രത്യേകത ഉണ്ട്. യോട്ടിന് അകത്തുനിന്നാണ് ഇവർ ഈ വിറക് വെച്ചിട്ട് തീ കത്തിച്ചിട്ട് അതിൻ്റെ ഒരു ചിമ്മിനി പുറത്തേക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പം അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇത് കൂടുമ്പോഴത്തേക്ക് റൂമിലേക്ക് മേലൊരു ഹോളുണ്ട്, ഇത് വെക്കുമ്പോൾ ചെറിയൊരു എയർ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ രാത്രി കിടന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കിടന്നു ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പ് അങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഇവർ നേരത്തെ എൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂം ലോക്ക് ചെയ്യരുത്, അവർ രാത്രി വന്നിട്ട് ഇത് വീണ്ടും തീ കത്തിക്കാനുള്ളതെന്ന് പറഞ്ഞു. അപ്പം ആ തണുപ്പത്ത് ഇങ്ങനെ പുതച്ച് കിടന്നുറങ്ങിപ്പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തണുപ്പൊക്കെ മാറി നല്ല ചൂടായി. അതിൻ്റെ ഇടയ്ക്ക് അവർ റൂം ഹീറ്റ് ചെയ്തിട്ടുണ്ട് വന്ന് വീണ്ടും ഇത് കത്തിച്ച് ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എണീറ്റു, ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് ടോയ്ലറ്റിൽ പോകണം. ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി എണീറ്റപ്പോൾ അടുത്ത പ്രശ്നം മഞ്ഞ് വീഴ്ച കാരണം മറ്റേ വാട്ടർ പൈപ്പിലേക്കുള്ള കണക്ഷനിൽ ഫുൾ ഐസ്, വെള്ളമില്ല. അങ്ങനെ എല്ലാവരും ഇങ്ങനെ എന്ത് ചെയ്യുന്നു ഇങ്ങനെ അയച്ചിരുന്നപ്പോൾ അവരെല്ലാവർക്കും 2 ബോട്ടിൽ വെള്ളം കൊണ്ട് തന്നു. കുളിക്കാനൊന്നും പറ്റിയില്ല, ടോയ്ലറ്റിൽ പോയി ക്ലീനായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നമുക്കിനി ഇന്ന് ഏതാണ്ട് 300 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. നമുക്ക് ഇനി പോകേണ്ടത് സോങ്കുൾ ലേക്ക്, ഇന്ന് കെൽസു ലേക്കിലേക്കാണ്. ഈ കെൽസു ലേക്ക് എന്ന് പറയുന്നത് കിർഗിസ്ഥാൻ്റെയും ചൈനയുടെയും ബോർഡർ ഏരിയയിൽ വരുന്നതാണ്. അപ്പം നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ഈ ഇൻ്റർലൈൻ പെർമിറ്റ് എടുക്കുമല്ലോ, അതേപോലെ തന്നെ അവിടെ പെർമിറ്റ് എടുക്കണം. അത് നമ്മളെ ഓപ്പറേറ്റർ നേരത്തെ തന്നെ പെർമിറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങി വേറെ റൂട്ടിൽ കൂടെയാണ് നേരെ ഈ ആദ്യം നമ്മൾ നരയൻ സിറ്റിയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ആ റൂട്ടിലേക്ക് പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 2 സൈഡിലും ഈ പുൽമേടുകളും ഈ മൃഗങ്ങളും മറ്റേ ഫെയറി ടെയിൽ പോലത്തെ ഒരു കാഴ്ചയാണ്. ആ തിരിച്ചു പോകുന്ന റൂട്ടും അങ്ങനെയൊക്കെ തന്നെ വേറെ റൂട്ടാണ്. അങ്ങനെ ഇറങ്ങി നേരെ ഇവിടെ എത്തി, നരയൻ സിറ്റിയിലെത്തിയപ്പം ടൂറിൻ്റെ കാര്യത്തിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത ഒരു പയ്യനുണ്ടായിരുന്നു, സുബാൻ എന്നാണ് പേര്. പുള്ളിയുടെ ഈ ഉലാൻ്റെ യങ്ങർ ബ്രദറാണ്. അപ്പം സുബാൻ വന്നു ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ സുബാൻ പെർമിറ്റുമായിട്ട് വന്നത്, പെർമിറ്റ് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു. അപ്പോൾ ഉലാൻ്റെ ഒക്കെ ചോദിച്ച് സുബാൻ ഇതേപോലെ ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നല്ലാതെ ഇതേപോലെ കെൽസുവിലേക്ക് കണ്ടിട്ടില്ല, സുബാനും കൂടെ നിങ്ങളോട് ജോയിൻ ചെയ്യുന്നുണ്ട് വല്ല പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, സന്തോഷം, നമുക്ക് സംസാരിച്ചിരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയും കയറി. പുള്ളി ഒരു 10-20 വയസ്സേ ഉള്ളൂ കേട്ടോ പുള്ളി. അങ്ങനെ പുള്ളി കയറി, ഞങ്ങൾ യാത്ര തുടങ്ങി.
ആദ്യം ചൈന ബോർഡറിന് ഒരു 5 കിലോമീറ്റർ മുമ്പ്, അതായത് കിർഗിസ്ഥാൻ ചൈന ബോർഡറിന് ഒരു 5 കിലോമീറ്റർ മുമ്പ് ഒരു ഓഫ് റോഡിലേക്ക് വണ്ടി അങ്ങോട്ട് തിരിഞ്ഞ് പിന്നെ നമുക്കൊരു 180-200 കിലോമീറ്റർ പോകേണ്ട ഓഫ് റോഡിൽ കൂടെ. ആ ഓഫ് റോഡിൽ കൂടെ കുറച്ചങ്ങോട്ട് പോയി ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഓഫീസെത്തി. ഈ ഇന്നർ ലൈൻ പെർമിറ്റ് കാണിക്കേണ്ട അവിടെ വന്നു. നമ്മുടെ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തു, വണ്ടിയൊക്കെ ഫുള്ള് ചെക്ക് ചെയ്തു. അപ്പോൾ അന്ന് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് സെപ്റ്റംബർ 29 അന്ന് എൻ്റെ ജന്മദിനം കൂടിയായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫും ഇവരെല്ലാം കൂടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എനിക്കിതൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ നരയൻ സിറ്റിയിൽ വെച്ച് ഇവരെ കുറച്ച് നേരം മിസ്സിംഗ് ആയിരുന്നു. വൈഫും ഈ സുബാനും മിസ്സിംഗ് ആയിരുന്നു. സംഭവം എന്താണെന്ന് അറിയാം, അവിടുത്തെ അവരെന്തെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനൊക്കെ പോയതാണെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളങ്ങ് പോയി. ഒരു 4:30 മണിയോടെ നമ്മൾ കോക്കിയാക്ക് വാലിയിലെത്തി. ഒരു വുഡ് ഹൗസിലാണ് താമസിച്ചിരുന്നത്. ഒരു ഡോർമെറ്ററി സെറ്റപ്പാണ്. അങ്ങനെ അവിടെ താമസിച്ചു, റൂമിൽ കയറി, ഡ്രസ്സൊക്കെ വെച്ചു, പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ അവിടുത്തെ ലേഡി ഒരു കേക്കുമായിട്ട് വന്നു. അപ്പോൾ തന്നെ ഇപ്പുറത്തുണ്ടായിരുന്ന ഒരു ജർമ്മൻകാരുണ്ടായിരുന്നു, എൻ്റെ വൈഫുണ്ടായിരുന്നു, ഈ ഉലാനും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ഞങ്ങളങ്ങനെ കിർഗിസ്ഥാനിൽ ആരും അറിയാത്ത കിർഗിസ്ഥാനിലെ ഒരു കോക്കിയാക്ക് വാലിയിൽ അങ്ങനെ ബർത്ത്ഡേ ആഘോഷിച്ചു. എൻ്റെ അങ്ങനെ രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞു, കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കെൽസുലേക്കുള്ള യാത്ര തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം കെൽസുലേക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു 7 കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഈ കോക്കിയാക്ക് വാലിയിൽ നിന്ന് കെൽസുലേക്കിലേക്ക്. ഒന്നിലേ നമ്മൾ കുതിരപ്പുറത്ത് പോകണം, അല്ലെങ്കിൽ നമ്മൾ ഹൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ സോവിയറ്റ് ട്രക്ക് അവിടെ അവൈലബിൾ ആണ്. പക്ഷെ അത് എപ്പോഴും കിട്ടണമെന്നില്ല. പക്ഷെ അതിനകത്ത് പോകുന്ന ഒരു ത്രില്ലില്ല സോവിയറ്റ് ട്രക്കിൽ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കുതിരപ്പുറത്ത് പോകാൻ തന്നെ തീരുമാനിച്ച്. ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് റെയറായിട്ട് കിട്ടുന്നൊരു അവസരമാണ് ഈ കുതിരപ്പുറത്തുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ചെയ്യാൻ തന്നെ ഞാനും വൈഫും നേരത്തെ തീരുമാനിച്ചായിരുന്നു. അങ്ങനെ റൂം തുറന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് സ്നോഫോള്, മഞ്ഞ് വീഴ്ച തുടങ്ങി. മഞ്ഞ് വീഴ്ച പ്രതീക്ഷിക്കാത്ത ഒരു മഞ്ഞ് വീഴ്ചയായിരുന്നു. അത് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഉലാൻ പറഞ്ഞ് വേണമെങ്കിൽ ട്രക്ക് നമുക്ക് എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യാം, അതിനകത്ത് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് വേണ്ട, കുതിരപ്പുറത്ത് യാത്ര ചെയ്യണമെന്നുള്ളൊരു വലിയ ആഗ്രഹമാണ്. ഇത്രയും ലോങ് ജേണി കിട്ടുന്നതല്ലേ കുതിരപ്പുറത്ത്, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഉലാൻ്റെയൊക്കെ പറഞ്ഞത് കുതിരപ്പുറത്ത് തന്നെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു 8:30 ആയപ്പോഴത്തേക്ക് പയ്യ സ്നോഫോൾ അങ്ങ് കുറഞ്ഞു. അങ്ങനെ ഉലാൻ നേരെ പോയി. ഉലാൻ ഒരു കുതിരയിൽ, ഞാൻ എൻ്റെ വൈഫ് രണ്ടുപേരും ഓരോ കുതിരയിൽ, ഉലാൻ്റെ ബ്രദർ ഒരു കുതിരയിൽ, ഇങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. അപ്പോൾ ആ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ഒരു 5-10 മിനിറ്റ് നേരം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം കുതിരപ്പുറത്ത് ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് പോകുന്നത്, ഇങ്ങനെ നല്ല റൈഡ് ചെയ്യുന്നത്. ഒരു ക്ലിഫിൻ്റെ മേളിൽ കൂടെയൊക്കെ, ഒരു ചെറിയ പ്രദേശത്ത് മാത്രമേ ഉള്ളൂ, ഒരു ക്ലിഫിൻ്റെ മേളിൽ കൂടെയൊക്കെ ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, വൈഫിനും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുതിര ഹാൻഡിൽ ചെയ്യേണ്ട എങ്ങനെയായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ, റൈഡ് നല്ല സ്മൂത്തായി. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരു അരുവി ക്രോസ് ചെയ്ത് നേരെ പിന്നെ ഈ വാലിയിൽ, കോക്കിയാക്ക് വാലിയിൽ കൂടെ ഇങ്ങനെ മേളിലേക്ക് കയറുകയാണ്. മേളിലേക്ക് കഴിഞ്ഞാൽ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിമനോഹരമാണ്. ആദ്യമായിട്ടാണ് എൻ്റെ കണ്ണിന് ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണുന്നത്. അങ്ങനെ കയറി മേളിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് സമതല പ്രദേശത്തൂടെയാണ് പോകുന്നത്. പിന്നെ അങ്ങോട്ട് കയറ്റം കുതിര ഇങ്ങനെ കയറും. ഈ ഉലാൻ സുബാൻ എന്നൊക്കെ പറഞ്ഞ എനിക്ക് തോന്നുന്നു അവർ ജനിച്ചപ്പോൾ തന്നെ കുതിരപ്പുറത്ത് തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. നോക്കുമ്പോൾ ഈ എണീറ്റൊക്കെ ഒന്ന് കൈയൊക്കെ വിട്ട് കുതിര ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഈ ഹൈക്കിങ്ങിൽ. ഞങ്ങൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഓടിച്ചു. അപ്പോൾ ഇവർ നമുക്ക് ഗൈഡിങ് ആയിരുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്, ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. പോയി കുതിര ഇങ്ങനെ മേപ്പോട്ട് ഇങ്ങനെ കയറി ലേക്ക് കാണുന്ന മൊമെന്റ്, അതൊരു വല്ലാത്ത മൊമെന്റാണ്. കാരണം ത്രൂ ഔട്ട് ആ യാത്ര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അങ്ങനെ അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ ബോട്ടിംഗ് ഉണ്ട് ഇതിനകത്തൂടെ, ഈ ലേക്കിനകത്തൂടെ. പക്ഷേ ഈ വിന്റർ തുടങ്ങുന്ന കാരണം ആക്ച്വലി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി. ഇതിൻ്റെ ആൾക്കാർ പോലും ഇവിടെ എത്തിയിട്ടില്ല. പക്ഷെ കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്, നിൽക്കാൻ പറ്റുന്നില്ല. കുറേ നേരമായിട്ട് അവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്ന് 1 മണിക്കൂറോളം അവിടെ ഇങ്ങനെ ഈ നല്ല കാറ്റ് വരുമ്പോൾ പാറയുടെ ബാക്കിലൊക്കെ പോയി ഇങ്ങനെ ഒളിച്ച് നിന്ന് കാറ്റ് കുറച്ച് കഴിയുമ്പോൾ പുറത്ത് വന്ന് കാഴ്ചകളെല്ലാം കണ്ട് കുറച്ച് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് അവിടെ നിന്ന് തിരിച്ചു പോവാം എന്ന് പറഞ്ഞ് ഉലാൻ പറഞ്ഞ് നമുക്കന്ന് ഇറങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചിങ്ങനെ ഇറങ്ങലും. അപ്പോൾ ഇവർ രണ്ടുപേരും, ഉലാനും എൻ്റെ വൈഫും 2 കുതിരയുടെ ആദ്യം ഫ്രണ്ടിലേക്ക് അങ്ങ് പോയി. ഞാൻ ഇങ്ങനെ പുറകെ കയറുകയാണ്, പുറകെ നിന്ന് കുതിരയുടെ മുകളിലേക്ക് കയറുകയാണ്. ഈ ലെഫ്റ്റ് ഫുട്ട് വെച്ചിട്ടാണ് ഈ കുതിരയുടെ ഇതിന് ഒരു ചെറിയ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതിനകത്തേക്ക് കാലെടുത്ത് വെക്കലും. റൈറ്റ് കാല് തെന്നിപ്പോയിട്ടുണ്ട്. റൈറ്റ് കാല് തെന്നിപ്പോയെന്ന് വെച്ചാൽ ഈ കാല് ഈ ഹോളിൻ്റെ ഇടക്കോട്ടും വീണ് ഞാനിങ്ങനെ പുറയിലേക്ക് മറിഞ്ഞും പോയി. ഞാൻ ഈ കുതിരയുടെ നമ്മുടെ ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. കുതിരയുടെ നമ്മൾ ഇരിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ,
അതിൻ്റെ മേളിൽ ഞാനിങ്ങനെ പിടിച്ച് ഞാൻ ഈ കുതിരനെ ഇങ്ങോട്ട് വലിക്കുകയാണ്. കുതിര എങ്ങാനും മറിഞ്ഞ് എൻ്റെ മേത്തേക്ക് വീണ് കഴിഞ്ഞാൽ ഞാൻ മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനകത്ത് ഇപ്പോൾ ഒരു സംശയമില്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഇത് ഫുൾ ഈ കുതിരയുടെ വെയിറ്റ് മൊത്തം എൻ്റെ മേത്തേക്കാണ് വീഴുന്നത്. ഞാൻ ഈ കാലാണ് ഇവിടെ ലോക്കായി കിടക്കുകയാണ്. പെട്ടെന്ന് ഉലാനും സുബാനും വണ്ടിയിൽ നിന്ന് മറ്റേ കുതിരപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങി വന്നിട്ട് ഇവർ കുതിരയെ അങ്ങോട്ട് വലിക്കുകയാണ്. കാരണം ഞാനാണെങ്കിൽ ഈ പ്രഷർ എടുത്ത് ഇങ്ങോട്ടും വലിക്കുകയാണ്. ഞാൻ വീഴരുത്. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ കാല് തട്ടി ഈ ലോക്കിൽ നിന്ന് കാല് വീഴും, നടു ഇടിച്ച് ഞാനങ്ങ് വീണു. അവിടെ ഭാഗ്യം കൊണ്ടാണ് തല പോയി പാറയിലൊന്നും ഇടിക്കായിരുന്നത്. കാരണം ഈ മഞ്ഞും ഈ കുതിരയെ കൊട്ട് കെട്ടുന്ന സ്ഥലം തന്നെയാണ് അത്. ചാണകമൊക്കെ ആയിട്ട് ആകെ മെഴുകി കിടക്കായിരുന്നു. എങ്ങനെ നടു അടിച്ച് അങ്ങ് അവിടെ അങ്ങ് വീണ് കാരണം എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നിന്ന് ടൗണിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഒരു 8 മണിക്കൂർ യാത്രയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒന്നും സംഭവിക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ പയ്യെ ഞാൻ തിരിച്ച് കുതിരപ്പുറത്ത് ഇറങ്ങിയില്ല. ഞാൻ കുതിര അവർ പിടിച്ചുകൊണ്ട് ഞാൻ നടന്നിറങ്ങിയത്. ആ 7 കിലോമീറ്റർ ഹൈക്ക് ചെയ്ത് സമതല പ്രദേശം വന്നപ്പോഴാണ് പിന്നെ ഞാൻ കുതിരപ്പുറത്ത് കയറിയത്. ഈ അരുവിയൊക്കെ ക്രോസ് ചെയ്യാനുള്ളതുകൊണ്ട് മാത്രം ഞാൻ പിന്നെ കുതിരപ്പുറത്ത് കയറി തിരിച്ച് കോക്കിയാക്ക് വാലിയിൽ തിരിച്ച് നമ്മളെ താമസ സ്ഥലത്തെത്തി. നമ്മുടെ റൂമിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, നേരെ ചെക്കൗട്ട് ചെയ്തു. അവിടെ ഞങ്ങൾ നേരെ തിരിച്ച് വീണ്ടും നരയനിലേക്ക് പോവാണ്. ഇന്ന് നരയനിലാണ് സ്റ്റേ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഉലാൻ പറഞ്ഞ് ദേ സ്നോ ലെപ്പേർഡ് എന്ന് പറയാം. ഞാൻ നോക്കുമ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങോട്ട് പോകുന്നുണ്ട്. സ്നോ ലെപ്പേർഡ് ആയിരിക്കണം, പക്ഷെ ഞാനത് കറക്റ്റായിട്ട് കണ്ടില്ല. എനിക്ക് കാണാൻ പറ്റിയില്ല അതിന്. കറക്റ്റ് ഒരു സാധനം ഇങ്ങനെ പോകുന്നത് കണ്ടു. അപ്പം ഞാൻ പിന്നെ അത് ഗൂഗിളെടുത്ത് തിരഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത് സ്നോ ലെപ്പേർഡ് ഏറ്റവും കൂടുതലുള്ള ഏരിയയാണത്. അപ്പോൾ ഓൾമോസ്റ്റ് ആ സ്നോ ലെപ്പേർഡ് തന്നെ ആയിരിക്കണം എന്ന് തന്നെയാണ് വിശ്വാസം. അങ്ങനെ തിരിച്ച് ഞങ്ങൾ നരയൻ സിറ്റിയിലെത്തി. അന്ന് നരയനിലാണ് സ്റ്റേ. ഒരു ചെറിയൊരു ഹോം സ്റ്റേ, നല്ല ഭക്ഷണം എല്ലാം കഴിച്ചു. അങ്ങനെ 4-ാം ദിവസം രാവിലെ ഞങ്ങൾ യാത്ര തുടങ്ങി. തിരിച്ച് ബിഷ്കേക്കിലേക്കുള്ള യാത്രയാണ്. നേരെ ഞങ്ങൾ ആദ്യം ബുറാന ടവർ പോയി കണ്ടു. അത് കോമൺ ആയിട്ട് എല്ലാവരും കിർഗിസ്ഥാൻ യാത്ര ചെയ്യുന്ന എല്ലാവരും പോയി കാണുന്ന ഒരു സ്ഥലമാണ്. ഒരു ബുറാന ടവർ, ഒരു പഴയ ഏൻഷ്യൻ്റ് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു ടവറാണ് ബുറാന ടവർ. അങ്ങനെ അത് പോയി കണ്ടു. തിരിച്ച് ബിഷ്കേക്കിലെത്തി. പിറ്റേ ദിവസം ഞങ്ങൾ നേരെ രാവിലത്തെ ഫ്ലൈറ്റിൽ തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങി. കിർഗിസ്ഥാനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നിഷ്കളങ്കരായ ജനങ്ങളുള്ള ഒരു രാജ്യം എന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സന്തോഷ് സാറ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ആതിഥ്യ മര്യാദയുള്ള രാജ്യക്കാർ സെൻട്രൽ ഏഷ്യക്കാരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിർഗിസ്ഥാൻ്റെ കാര്യത്തിലും വളരെ കറക്റ്റാണ്. പൊതുവേ കിർഗിസ്ഥാൻ അറിയപ്പെടുന്നത് സെൻട്രൽ ഏഷ്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാവങ്ങളുടെ സ്വിറ്റ്സർലൻഡാണ് കിർഗിസ്ഥാൻ.